ഓക്കെ, 7th യൂണിറ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. 7th യൂണിറ്റിനകത്ത് എന്നാ ബേസിക് ടേംസ്, ഇറ്റ് ഈസ് ആക്ച്വലി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. ടെസ്റ്റിങ്ങിന് വി നീഡ് ടെസ്റ്റ് കേസസ്. സോ ആ ടെസ്റ്റ് കേസസിനെ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഇതൊക്കെയാ പഠിച്ചത്. സോ നമ്മൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങും വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങും പഠിച്ചായിരുന്നു. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണെങ്കിൽ ശരിക്കും വി ക്യാൻ ഡു ഇറ്റ് ബിഫോർ we start the program. There is no need for the designing and the coding phase. White box testing ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റേണൽ ഡീറ്റെയിൽസ് അറിയണം, ഇന്റേണൽ കോഡിങ്ങിനുള്ള സംഭവമൊക്കെ വേണം. സോ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ ആണ്. സോ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് can be only done once the coding phase is finished. ഓക്കെ, പിന്നെ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി നേരത്തെ പഠിച്ചതാണ്, പക്ഷെ ഇതിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയും. സോ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത് 2 ടെക്നിക്ക് ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ബൗണ്ടറി വാല്യൂ അനാലിസിസും 2 ഇക്വലൻസ് പാർട്ടീഷനിങ്ങും. ഓക്കെ, അത് സെപ്പറേറ്റ് പഠിക്കണം. അപ്പൊ നമ്മൾ ഇതെല്ലാം പറഞ്ഞു പോയായിരുന്നു കഴിഞ്ഞ ദിവസം, ഇതൊക്കെ പറഞ്ഞായിരുന്നു. ഇതെല്ലാം പറഞ്ഞത് ഈ പാരഗ്രാഫ് വരെ എത്തിയായിരുന്നു. സോ മെത്തേഡ്സ് ഓഫ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഇന്ന് തുടങ്ങുന്നത് ബൗണ്ടറി വാല്യൂ അനാലിസിസ് ആൻഡ് ഇക്വലൻസ് പാർട്ടീഷനിങ്. സോ ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഓർത്തോളുക, നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ, ഓക്കെ, ഇപ്പൊ സപ്പോസ് ഒരു C പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മളൊരു ലൂപ്പ് എഴുതിയെന്ന് വെച്ചോ. അപ്പൊ while I less than 10, ഓക്കെ, പ്രിന്റ് I. ഓക്കെ, അപ്പൊ I is equal to 0 before we enter into the loop. I നെ 0 വെച്ച് സെറ്റ് ചെയ്യുന്നു. while I less than 10, 0 less than 10. അപ്പം ഇതിന്റെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ലെസ് ദാൻ 10 എന്ന് പറയുന്ന ആ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ ആണ് ശരിക്കും ബൗണ്ടറി വാല്യൂ എന്ന് പറയുന്നത്. അതായത് 9 ലെസ് ദാൻ 10 കറക്റ്റ് ആണ്, 10 ലെസ് ദാൻ 10 കറക്റ്റ് അല്ല. അപ്പൊ ഈ ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ it is used in the if the basic concept here is that if the specific test cases are designed to check the boundaries of the input domain, then the probability of detecting an error will increase. Appo we are going to check endana the boundaries of the input domain. Adha nani parayum, if you want to test a program written as a function f, nammaloru f ennu parayunna oru function e call chedu with 2 input variables x and y. 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്തു, x and y. Okay, then these input variables are defined with some boundaries like boundary ഇവിടെ a1 ഉം a2 ആണ്. a1 less than or equals x less than or equal to a2. അപ്പം ഇതിന്റെ ബൗണ്ടറി കണ്ടീഷൻ ഏതാണ്? ആ ഈക്വൽ ടു വരുന്നതാണ് എന്ത് ബൗണ്ടറി കണ്ടീഷൻ. a1 less than x ആകാം, a1 less than or equal to x എന്ന് പറയുന്നതാണ് അതിന്റെ ബൗണ്ടറി കണ്ടീഷൻ. a1 ഈക്വൽ ടു x എന്ന് പറയുന്നതാണ് അതിന്റെ കണ്ടീഷൻ. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു a2 അതിന്റെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഈക്വൽ ടു സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇത് മാതിരി തന്നെ y-യുടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് ഇൻപുട്സ് x and y ആർ ബൗണ്ടഡ് ബൈ ദ 2 ഇന്റർവെൽസ് a1 a2 b1 b2. അപ്പൊ ഈ ബൗണ്ടറി വാല്യൂ അനാലിസിസ് ചെയ്യുമ്പോൾ പറയുന്ന വെച്ചാല് ബൗണ്ടറി കേസിൽ എറർ വരാനുള്ള ഡിറ്റക്ടിങ് ദ error in the boundary case എന്ന് പറയുന്നത് it is greater എന്നാ പറയുന്നത്. ഓക്കെ, സോ ദ ടെസ്റ്റ് കേസ് സെലക്ഷൻ. ഇപ്പൊ നമുക്കൊരു സാമ്പിൾ എടുക്കണം, ടെസ്റ്റ് കേസ് നമ്മൾ ബേസ്ഡ് അപ്പോൺ ദ ബൗണ്ടറി വാല്യൂ അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കണം? വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ ബൗണ്ടറി വാല്യൂ അനാലിസിസ്, ഹൗ ടു ചൂസ് ദ ടെസ്റ്റ് കേസ്. ഓക്കെ, അപ്പം ഗൈഡ് ലൈൻസ് ഇതാ തരുന്നത്. ഇഫ് an input condition specifies a range of values, then construct valid test cases for the ends of range. ഇപ്പൊ ഞാൻ പറഞ്ഞു x എന്ന് പറയുന്ന 5 ആണെന്നിരിക്കട്ടെ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പൊ 5 6 7 3 4 ഇതൊക്കെ എന്താണ്? ഈ ഇൻപുട്ട് എല്ലാം എന്തിപ്പെടും? ഈ പറയുന്ന ബൗണ്ടറി വാല്യൂവിനകത്ത് വരുന്ന ടെസ്റ്റ് കേസസ് ആണ്. ഓക്കെ, അപ്പൊ ആൻഡ് ഇൻവാലിഡ് ഇൻപുട്ട് ടെസ്റ്റ് കേസസ് ഫോർ ഇൻപുട്ട് പോയിന്റ് ജസ്റ്റ് ബിയോണ്ട് ദ എൻഡ് ഓഫ് ദ റേഞ്ച്. ഇൻവാലിഡ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഒരു 11 ഇട്ടു എന്ന് വെച്ചോ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, അത് ഫോൾസ് ആണ്. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇഫ് മൈ ഇൻപുട്ട് കണ്ടീഷൻ ഈസ് ഔട്ട് ഓഫ് ബൗണ്ടറി, അപ്പൊ അതാണ് ഹൗ ടു ചൂസ് എ ടെസ്റ്റ് കേസസ്. അപ്പൊ ഞാൻ കൊടുക്കുന്ന ടെസ്റ്റ് കേസസ് എല്ലാം തന്നെ എന്റെ ബൗണ്ടറി അക്സെപ്റ്റ് ചെയ്യുന്നതാണോ? സോ ദാറ്റ് കൈൻഡ് ഓഫ് ടെസ്റ്റ് കേസസ് ഐ ആം ഗോയിങ് ടു ഓപ്റ്റ്. If an input condition specifies a number of values,
construct test cases for the minimum and maximum value and one beneath and beyond this value. അതുപോലെ തന്നെ മിനിമം വാല്യൂ വെച്ചും കണ്ടുപിടിക്കണം, മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം, ഔട്ട് ഓഫ് ബൗണ്ടറിയും കണ്ടുപിടിക്കണം. If an output condition specifies a range of values, then construct valid test cases for the ends of the output range. And ഇത് മാതിരി തന്നെ ഇൻപുട്ട് കണ്ടീഷന്റെ മാതിരി തന്നെ എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് കണ്ടീഷന്റെയും ചെക്ക് ചെയ്യണം. അത് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, സോ ആ ഇൻപുട്ടിന് നമ്മൾ എങ്ങനെ കണ്ടീഷൻ വെച്ചോ അതുമാതിരി തന്നെ ഔട്ട്പുട്ട് കണ്ടീഷനും നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് കേസസ് അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. ഈ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ബൗണ്ടറി വാല്യൂ അനാലിസിസ് ഫോർ ദ ട്രയാങ്കിൾ പ്രോഗ്രാം. ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആകാം, ഐസോസിലസ് ട്രയാങ്കിൾ ആകാം, പിന്നെ ഐസോസിലസ്, ഇക്വലാറ്ററൽ, സ്കെയിലിൻ ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, അപ്പം സ്കെയിലിനാണെന്നുണ്ടെങ്കിൽ ദ സം ഓഫ് എനി ടു സൈഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ്. അവിടെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്നാ, ABC ആണ് സൈഡ്സ് എങ്കിൽ നമ്മൾ എന്ത് പറയും, ഒന്നുകിൽ A+B ഗ്രേറ്റർ ദാൻ C ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ B+C ഗ്രേറ്റർ ദാൻ A ആയിരിക്കാം, അല്ലെങ്കിൽ A+C ഗ്രേറ്റർ ദാൻ B ആയിരിക്കാം. ഇതാണ് ഞാൻ ബൗണ്ടറി വാല്യൂസ് ആയിട്ട്, ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ എന്താണ് സ്കെയിലിൻ ട്രയാങ്കിളിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ ബൗണ്ടറി വാല്യൂ അസൈൻ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, ബൗണ്ടറി കണ്ടീഷൻ അസൈൻ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഐസോസിലസ് ആണെങ്കിൽ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കണം, അങ്ങനെയാണ് ബൗണ്ടറി കണ്ടീഷൻ A=B, B=C or A=C. ഇനി മറ്റേ അല്ലാത്ത റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ വരും. A² + B² ഈസ് ഈക്വൽ ടു C². അങ്ങനെ നമ്മൾ എടുക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, A=B=C. ഇതായിരിക്കും കണ്ടീഷൻ. അപ്പം ഇവിടെ ഇത് A² + B² ഈസ് ഈക്വൽ ടു C². അപ്പൊ C എന്തായാലും എന്തായിരിക്കും, ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. നമുക്ക് തിരിച്ച് വേറെ കണ്ടീഷൻ A² + C² ഈക്വൽ ടു B² എന്ന് എഴുതാം, പക്ഷെ B സൈഡ് എന്തായിരിക്കണം, ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൗണ്ടറി കണ്ടീഷൻ എഴുതുന്നത്. അപ്പൊ ബേസ്ഡ് അപ്പോൺ ദ ബൗണ്ടറി കണ്ടീഷൻ ടെസ്റ്റ് കേസസ് കൊടുത്തിരിക്കുന്ന കുറച്ച് സാമ്പിൾ ടെസ്റ്റ് കേസസ് ആണ് ഇത്. കണ്ടോ, XYZ 3 സൈസ് ഉണ്ട്, 3 ഈക്വൽ ആകുന്നത് ഇക്വിലാറ്ററൽ, ഇത് വരുമ്പം അത് ഐസോസിലസിൽ പോകും, ഇത് വരുമ്പോ ഇക്വിലാറ്ററൽ അല്ല, ഇത് തെറ്റാണ്, ഇത് ഒരു ഇൻവാലിഡ് ടെസ്റ്റ് കേസ് വെച്ചിരിക്കുകയാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻവാലിഡ് ആണ് ഇത് ഇൻവാലിഡ് ആയിട്ട് വരും. ഓക്കെ, ഇത് റൈറ്റ് ആംഗിൾഡ് ആണോ നോക്കും, ഇതാണെങ്കിൽ ഇക്വിലാറ്ററലിന്റെ. അങ്ങനെ നമ്മൾ ടെസ്റ്റ് കേസസ് നമ്മൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ബൗണ്ടറി കണ്ടീഷൻസ്. അടുത്ത് നമ്മുടെ ഇക്വലൻസ് പാർട്ടീഷനിങ് ആണ്. ഇക്വലൻസ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇക്വലൻസ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കേ, ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ സെലക്ടിങ്, വി നീഡ് ടു സെലക്ട് ടെസ്റ്റ് കേസസ് ബേസ്ഡ് ഓൺ എ പാർട്ടീഷനിങ് ഓഫ് ദ ഇൻപുട്ട് ഡൊമൈൻ. ഇൻപുട്ട് ഡൊമൈനെ പാർട്ടീഷൻ ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടാണ് ഇക്വലൻസ് പാർട്ടീഷനിങ്. ഇപ്പൊ പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഈസ് ടു ഡിവൈഡ് ദ ഇൻപുട്ട് ഡൊമൈൻ ഓർ ദ പ്രോഗ്രാം ഓർ ദ മൊഡ്യൂൾ ഇൻടു സെറ്റ് ഓഫ്, രണ്ട് ക്ലാസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. രണ്ട് ക്ലാസ്സസ് എന്നല്ല, നമ്മൾ ക്ലാസ്സസ് ആയിട്ട്, ഇക്വലൻസ് പാർട്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. പക്ഷേ ദേ ഹാവ് സിമിലർ എഫക്ട് ഓൺ ദ പ്രോഗ്രാം. ഓക്കെ, ഈക്വലൻസ് എഫക്ട് ആയിരിക്കണം. നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ക്ലാസ്സസിന് ഈക്വലൻസ് എഫക്ട് ആയിരിക്കണം. എങ്ങനെയാന്ന് ചോദിച്ചാല്, എ ടെസ്റ്റ് ഇൻപുട്ട് ടേക്കൺ ഫ്രം ആൻ ഈക്വലൻസ് ക്ലാസ്. ഒരു ഇക്വലൻസ് ക്ലാസ്സിൽ നിന്ന് ഞാനൊരു ടെസ്റ്റ് ഇൻപുട്ട് എടുത്തു എന്ന് വെച്ചോ, ഇറ്റ് ഷുഡ് ബി ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഓൾ ദ ടെസ്റ്റ് ഇൻപുട്ട് ടേക്കൺ ഫ്രം ദാറ്റ് ക്ലാസ്. ആ ടെസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ആ ക്ലാസ്സിലെ എല്ലാത്തിനെയും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതായിരിക്കണം. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ഇതിനെക്കാട്ടി ബെസ്റ്റ് നമുക്ക് ഇതായിരിക്കും. It is actually also known as equivalence class partitioning, ECP. It is a black box testing method. It divides the input domain into classes of data, dividing input domain into classes. Okay, with the help of these classes, defining the test cases. നമ്മൾ അതിനാണ് ടെസ്റ്റ് കേസസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. In equivalence partitioning, equivalent classes are evaluated for given input conditions. അപ്പൊ നമ്മൾ ഒരു ഇൻപുട്ട് ഇക്വലൻസ് ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ്സിൽ നിന്ന് എടുക്കുന്ന ടെസ്റ്റ് ഇൻപുട്ട് ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യണം എന്നാണ് അവിടെ മുമ്പേ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാന്ന് ചോദിച്ചാൽ, whenever any input is given,
then the type of input condition is checked. Then for these input conditions, equivalence class represents or describes a set of valid or invalid states. ഇപ്പൊ നമുക്ക് നോക്കാം, if the range condition is given as an input, then one valid and two invalid equivalent classes are defined. ഓക്കെ, ഇപ്പൊ നമുക്കൊരു റേഞ്ച് തരുവാണെന്ന് വെച്ചോ, ഇവിടെ അതിനനുസരിച്ചുള്ള എക്സാമ്പിൾസ് ഉണ്ട്. അത് പറയുമ്പോൾ ഈ ഓരോ ബുള്ളറ്റ് പോയിന്റും മനസ്സിലാവും. ഇപ്പൊ ഒരു റേഞ്ച് കണ്ടീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നെങ്കിൽ then one valid and two invalid equivalence class are defined. ഇപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? കൺസിഡർ ഇത് കണ്ടോ, ഒരു കോളേജ് അഡ്മിഷൻ പ്രോസസ് ആണ്. ഓക്കെ, this college gives admission to students based upon their percentage. Okay, consider the percentage field that will accept percentage only between 50 to 90%. ഇതിനകത്തുള്ള 50 to 90%, more and even less than not be accepted. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ if percentage entered is less than 50, rejected. less than 50 എന്ന് പറയുമ്പോൾ അവിടെ invalid ആണ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ 50 and 90 എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ലെസ് ദാൻ 50 ഓർ മോർ ദാൻ 90 എന്ത് വരും? ഇൻവാലിഡ് ആണ്. അപ്പൊ ടു ഇൻവാലിഡ് ക്ലാസ്സസ് വരും. അക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഇൻ ബിറ്റ്വീൻ 50 and 90 ആയിരിക്കും. അപ്പൊ അതാ അവിടെ പറയുന്നത്, ഇഫ് ദ ഇൻപുട്ട് കണ്ടീഷൻ, ഇഫ് ദ റേഞ്ച് കണ്ടീഷൻ ഈസ് ഗിവൺ ആസ് ആൻ ഇൻപുട്ട്, നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് വൺ വാലിഡ് ആൻഡ് ടു ഇൻവാലിഡ് ഇക്വലന്റ് ക്ലാസ്സസ്. ഇവിടെ ഒരു വാലിഡ് എന്ന് പറയുന്നത് നമ്മുടെ 50ക്കും 90ക്കും ഇടയ്ക്ക് നിൽക്കുന്നതായിരിക്കും. ഇൻവാലിഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 50യും ഗ്രേറ്റർ ദാൻ 90. ടു ഇൻവാലിഡ് ഇക്വലന്റ് ക്ലാസ്സസ് ആർ ഡിഫൈൻഡ്. ഇനി നോക്കിക്കേ, ഇഫ് എ സ്പെസിഫിക് വാല്യൂ ഈസ് ഗിവൺ ആസ് ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഒരു സ്പെസിഫിക് വാല്യൂ ആണെങ്കിൽ then one valid and two invalid equivalent class are defined. അപ്പോഴും one വാലിഡും ടു ഇൻവാലിഡ് ഇക്വലന്റ് ക്ലാസ് ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ ഇക്വലൻസ് പാർട്ടീഷനിങ് ഇങ്ങനെയാ ചെയ്തേക്കുന്നത്. മുമ്പത്തെ കേസിൽ ഒരു ബോക്സ് ആയിട്ട് ഇവർ കാണിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കേ, ലെറ്റ് us consider an example of an online shopping site. Okay, in this site each of the product has an ID, okay, and product name. We can search for product either by using the name of the product or by product ID. Okay, ഇപ്പൊ നമുക്ക് ID കൊടുത്തോ പ്രോഡക്റ്റിന്റെ നെയിം വെച്ചോ നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇഫ് ദ സെർച്ച് ഫീൽഡ് ദാറ്റ് അക്സെപ്റ്റ് ഓൺലി വാലിഡ് പ്രോഡക്റ്റ് ID or product name. ഇപ്പം സെറ്റ് ഓഫ് പ്രോഡക്ട്സ് വിത്ത് പ്രോഡക്റ്റ് IDs, ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്, മൊബൈൽ, ലാപ്ടോപ്പ്, പെൻ ഡ്രൈവ്, കീ, ഇതിന്റെ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മൊബൈലാണ് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, മൊബൈൽ സെർച്ച് ചെയ്യുമ്പോ എനിക്ക് 45 ആണ് ID, വാലിഡ് ID 45 ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തരും? product ID entered by the user is valid, that is 45 for mobile. Then equivalence partition method will show a valid product ID. Okay, പക്ഷെ നമ്മൾ നോക്കിക്കേ, നമ്മൾ കൊടുത്ത ഇൻപുട്ട് ആണെങ്കിൽ 45 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാലിഡ് എന്ന് തരും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 77 ആ കൊടുത്തിരിക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ID ഇതിനകത്ത് ഇല്ല, ഇൻവാലിഡ് വരും. ഓക്കെ, ഇപ്പം 76 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിലും എന്താണ്? മൊബൈൽ അല്ലല്ലോ. മൊബൈൽ അല്ലാത്തപ്പോ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് മൊബൈലാണ്. മൊബൈലിന്റെ ID കൊടുത്താലേ എനിക്ക് വാലിഡ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിനകത്ത് ഇല്ലാത്തത് കൊടുത്താൽ ഇൻവാലിഡ് ആയിട്ട് വരും. ഇതിനകത്തുള്ളത് കൊടുക്കുക, പക്ഷെ ഇത് മൊബൈൽ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇൻവാലിഡ് ആയിട്ട് വരും. സോ വൺ വാലിഡ് ആൻഡ് ടു ഇൻവാലിഡ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ആവും. ഇതുമാതിരി തന്നെ ഇഫ് എ മെമ്പർ ഓഫ് സെറ്റ് ഈസ് ഗിവൺ ആസ് ഇൻപുട്ട്, then one valid and one invalid equivalence class is defined. ഒരു സെറ്റ് തന്നിട്ടുണ്ട്, അതിനകത്ത് ഒരു മെമ്പർ, ഇപ്പൊ ഒരു സെറ്റിനകത്ത് 1 2 3 4 ഉണ്ട്, സെർച്ചിങ് ഫോർ 2. ആ 2 അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ വാലിഡ്, ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻവാലിഡ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് എ മെമ്പർ ഓഫ് ദി സെറ്റ് ഈസ് ഗിവൺ ആസ് ആൻ ഇൻപുട്ട്, then one valid and one invalid equivalence class is defined. മുമ്പത്തെ കേസിൽ എന്താണ്? റേഞ്ച് ആണെങ്കിൽ one valid and two invalid cases. സ്പെസിഫിക് വാല്യൂ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ one valid and two invalid. If a Boolean number is given as an input condition, then one valid and one invalid equivalence class is defined. Boolean കേസിലും നമുക്ക് one valid ഉം one invalid equivalence class കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഇക്വലൻസ് പാർട്ടീഷനിങ്. അപ്പൊ ബൗണ്ടറി വാല്യൂ അനാലിസിസും മനസ്സിലായി, ഇക്വലൻസ് പാർട്ടീഷനിങ്ങും പിടികിട്ടി. അപ്പൊ അത് ആ എക്സാമ്പിൾ വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞോളുക. ഓക്കെ, അടുത്ത വരുന്നത് ഇക്വലൻസ് ക്ലാസ് കണ്ടു. ഇനി അടുത്ത് വരുന്നത്
അടുത്തപ്പോ ആ രണ്ട് ടെക്നിക്കും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് വരുന്നതാണ്. അടുത്ത് വന്നിട്ട് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ്. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ടോപ്പിക്സ് പഠിച്ചിട്ടേ പോകാവൂ. കവറേജ് ബേസ്ഡ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ആൻഡ് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ്. അപ്പൊ കവറേജ് ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഡീറ്റെയിൽ ആയിട്ട് പറയണം. കവറേജ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് എത്ര കവർ ചെയ്യുന്നു, കോഡ് എത്ര മാത്രം കവർ ചെയ്യുന്നു എന്നുള്ളതാണ് കവറേജ് ബേസ്ഡ്. ഓക്കെ. സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, E-n+2 ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ്. എഡ്ജ്, നോഡ്, പിന്നെ +2, അതായത് ഇൻഡിപെൻഡന്റ് പാത്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. നോഡായിട്ട് തരും, എന്നിട്ട് എഡ്ജ് വെച്ചിട്ടാണ് അതിന്റെ ഫ്ലോ, രണ്ട് നോഡ് തമ്മിലുള്ള ഫ്ലോ കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കാണിക്കുന്നത് ആ എഡ്ജ് വെച്ചിട്ടായിരിക്കും. ഇനി മ്യൂട്ടേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മ്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ റെപ്ലിക്കേഷൻ, നമ്മളൊരു കോപ്പി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യും, അതാണ് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ്. ഇത് മൂന്നും ആണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അത് മൂന്നുമാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കവറേജ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് ഈസ് ടു കവർ ദ പ്രോഗ്രാം വിത്ത് ടെസ്റ്റ് കേസസ് ദാറ്റ് സാറ്റിസ്ഫൈ സം ഫിക്സഡ് കവറേജ് ഏരിയ. Okay. So we should choose test cases to exercise as much of the program as possible according to some criteria. Coverage based criteria can the statement coverage or not coverage, branch or decision coverage, decision or condition coverage, multiple condition coverage, if else if അത് വരുന്നത്, path coverage, അങ്ങനെ. അപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നന്നായിട്ട് കോഡ് കവറേജ് നോക്കാം. It is a metric used in software testing that quantifies the extent to which the source code of a program is tested. The extent to which the source code of a program is tested. Okay. എത്രമാത്രം ടെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. It measures the percentage of code executed by the test suite, helping the developers identify untested part of an application. ഒരു ആപ്ലിക്കേഷന്റെ അൺടെസ്റ്റഡ് പാർട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. At last of the development, each client wants a quality software product as well, and the developer team is also responsible for developing a quality software product to the customer. So this quality refers to the product performance, functionality, behavior, correctness, reliability, effectiveness, security, and maintainability. Where code coverage metric helps in determining the performance and quality aspects of any software. So, ഏത് സോഫ്റ്റ്വെയർ എടുത്തു നോക്കിയാലും code coverage measure complexity metric, it helps to determine the performance and quality of the software. അപ്പം code coverage calculate ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ number of lines of code executed, മൊത്തം എത്ര ലൈൻ ഉണ്ട്, okay, to be executed, total number of lines of code in the system component times 100. ഇങ്ങനെയാണ് കോഡ് കവറേജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ സ്റ്റേറ്റ്മെന്റ് കവറേജ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ടഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ പ്രോഗ്രാം ടൈംസ് 100. ഇപ്പൊ നമുക്ക് ഒരു 200 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് 100 നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളെന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ കോഡ് കവറേജ് ടെസ്റ്റിംഗ് വാല്യൂ. ഡിസിഷൻ കവറേജ് ആണ് നമ്പർ ഓഫ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ് എക്സസൈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദാറ്റ് സോഴ്സ് കോഡ് ഇൻടു 100. ഇങ്ങനെ നമുക്ക് ഓരോന്നിനും ഇക്വേഷൻ ഉണ്ട്. ഫംഗ്ഷൻ കവറേജിന് സെയിം, കണ്ടീഷൻ കവറേജ് ഓർ എക്സ്പ്രഷൻ കവറേജ്. കണ്ടീഷൻ കവറേജ് ആണെങ്കിൽ നമ്പർ ഓഫ് എക്സിക്യൂട്ടഡ് ഓപ്പറൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പറൻസ്. ഓക്കെ. ഇപ്പൊ ടൈപ്സ് ഓഫ് കോഡ് കവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വരാം? പാത്ത് കവറേജ്, ലൈൻ കവറേജ്, ലൂപ്പ് കവറേജ്, ബ്രാഞ്ച്, ഫംഗ്ഷൻ, കണ്ടീഷൻ കവറേജ്. ഇതെല്ലാം ഇതിനകത്തേക്ക് അത് ജസ്റ്റ് ഒന്ന് എഴുതുക. ജസ്റ്റ് ഇതൊക്കെ എക്സാമ്പിളാ, കണ്ടോ? കണ്ടീഷൻ കവറേജ് എ ആൻഡ് ബി. ഓക്കെ, എ ആൻഡ് ബി. പാത്ത് കവറേജ് മൾട്ടിപ്പിൾ നെസ്റ്റഡ് ലൂപ്സ്, ഒരു ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ് ഉള്ളത്, ഒരു കണ്ടീഷനകത്ത് വേറൊരു കണ്ടീഷൻ ഉള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരും. ഇത് ഇത്രയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം
1, 2, 3 പോയിന്റ്സ് എഴുതുക. 1, 2, 3, 4 എന്ന് കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് എഴുതുക. വേണമെങ്കിൽ 1 or 2 ഇക്വേഷൻസ് കാണിക്കാം. ടൈപ്സ് ഓഫ് കോഡ് കവറേജ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒരു 1, 2, 3 ഇട്ട് 4, 5 ഇത്രയും ടൈപ്സ് ഓഫ് കോഡ് കവറേജ് ആണെന്നുള്ളത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് കാണിക്കാം. ജിക്സ് ഫോർ ജിക്സ് എന്ന് പറയുന്ന സൈറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചുമ്മാ ഇത് കൊടുക്കുമ്പോഴേ നമുക്ക് ജിക്സ് ഫോർ ജിക്സ് വരും. നല്ല നോട്ട്സ് ആണ്. ഈ പഠിപ്പിക്കുന്നതിന്റെ പാരലലി എല്ലാം അത് നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില ടോപ്പിക്സ് ജിക്സ് ഫോർ ജിക്സിനകത്ത് കുറച്ചുകൂടെ നല്ല എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇതാണ് കോഡ് കവറേജ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അടുത്തത് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി. സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഓൾറെഡി പഠിച്ചതാണ്. It is actually a control flow graph that describes the sequence in which different instructions of the program get executed. It also describes how the flow of control passes through the program. In order to draw the control flow, we need to first number all the statements of the program. The different numbered statements serve as a node of the control flow graph. An edge from one node to another node exists if the execution of the statement representing the first node can result in the transfer of control to the other node. Okay, this is a structured program. ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെയായിരുന്നു. ഇഫ് എൽസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയഗ്രാം ഇങ്ങനെ വരും. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു പാത്തിലൂടെ പോകും, ഫോൾസ് ആണെങ്കിൽ വേറൊരു കണ്ടീഷനിലൂടെ പോകും. ലൂപ്പ് ആണെങ്കിൽ കണ്ടോ ഇങ്ങനെ വരും ഡയഗ്രാം. സ്വിച്ച് കേസ് ആണെങ്കിൽ വി ഹാവ് മൾട്ടിപ്പിൾ കേസസ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഡയഗ്രാം വരുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ this technique is used to find the number of so cyclomatic complexity is to find the number of independent paths throughout the program. Okay, അടുത്തത് if CFG of a program is given, cyclomatic complexity can be computed as E minus n plus 2. N is the number of nodes of the CFG and control flow graph on CFG. Okay, and E is the number of edges in the control flow graph. Okay, so ഇതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്തുണ്ട് cyclomatic complexity. So why do we need cyclomatic complexity? Cyclomatic complexity is the quantitative measure of the number of independent paths in it. It is a software metric used to indicate the complexity of the program. It is computed using the control flow graph of the program. The nodes in the graph indicates the smallest group of commands of the statements, and the directed gist in it connects the two nodes. Second command might immediately follow the first command. That is a direct sequential ആയിരിക്കും. If the source code contains no control flow statement, then its cyclomatic complexity will be 1. Okay, and the source code contains a single, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 0 plus 1 എന്ന് വരും. If there is a single one condition, if condition, then cyclomatic complexity will be 2 because there will be two paths, one true and one false. അതാണ് 2. ഓക്കെ, ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി 2 ആയിരിക്കും. കാര്യം ട്രൂ കണ്ടീഷനും വരും, ഫോൾസ് കണ്ടീഷനും വരും. അത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് E minus n plus p ഈ രീതിയിൽ n plus 2. ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ മനസ്സിലാകും ഇവിടെ ഒരു ട്രൂ കണ്ടീഷനും ഉണ്ട്, ഒരു ഫോൾസ് കണ്ടീഷനും ഉണ്ട്. റൈറ്റ്, അപ്പൊ നമുക്ക് എത്ര വരുന്നത് ഇവിടെ 2. ഇവിടത്തെ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഇവിടെ വരുന്ന ഇതിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. A equal to 10 statements are represented in the graph as a triangle. ഇത് ഡിസിഷൻ ഫ്ലോ ചാർട്ട് അത് ഡിസിഷൻ in diamond shape. Okay, start in oval shape, then 2 branches are there, true condition, false condition, then a print statement. So the number of nodes 1, 2, 3, 4, 5, 6, 7 number of nodes. 7 edges, E minus 7 edges, 1, 2, 3, 4, 5, 6, 7. 7 edges are there. So 7 minus 7, that is 0, 0 plus 2. So we can see that in this program, normally speaking, a condition, if condition is there, single branching statement is there. So we have a true condition and a false condition. So we can say that cyclomatic complexity is 2. Okay. So uses of cyclomatic complexity. Every path has been tested. Every independent can make sure that
every independent path has been tested. So it will help to focus more on the uncovered path. Code coverage can be improved. Okay, ഇതൊക്കെയാണ് യൂസസ് അഡ്വാൻറ്റേജ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. ഓക്കെ, അപ്പം സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കഴിഞ്ഞു. അടുത്ത വരുന്നത് മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് ആണ്. മ്യൂട്ടേഷൻ ടോൾഡ് യു നോ ദാറ്റ് ഇസ് ആക്ച്വലി ദ കോപ്പി. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മോഡിഫിക്കേഷൻ ഓഫ് എ പ്രോഗ്രാം ഇൻ സ്മോൾ വേസ്. ഓക്കെ, നമുക്ക് ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ നടത്തണം. To design new software test and also evaluate the quality of already existing software test. So, അപ്പൊ ഇവിടെ എന്നാന്ന് ചോദിച്ചാല് ഇത് കണ്ടോ, ഒറിജിനൽ പ്രോഗ്രാം, മ്യൂട്ടൻ പ്രോഗ്രാം, കമ്പയർ ദ റിസൾട്ട്സ് ഓഫ് ബോത്ത് പ്രോഗ്രാം. ഓക്കെ, സോ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് ഈസ് ആക്ച്വലി വാട്ട് കൈൻഡ് ഓഫ് ടെസ്റ്റിംഗ്? വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിന്റെ താഴെ ഉള്ളതാണ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി, മ്യൂട്ടേഷൻ ടെക്നിക്സ്. പിന്നെ ഒരെണ്ണം കൂടെ പറഞ്ഞായിരുന്നല്ലോ, ആദ്യം ഒരെണ്ണം കൂടെ പറഞ്ഞായിരുന്നു, ഇക്വലൻസ് പാർട്ടീഷൻ. ഓക്കെ, അപ്പം മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് ഈസ് അപ്ലൈഡ് ടു ഡിസൈൻ മോഡൽ സ്പെസിഫിക്കേഷൻ, ഡേറ്റാബേസസ്, ടെസ്റ്റ് ആൻഡ് XML. Okay, it is a structural testing technique which uses the structure of the code to guide the testing route. It uses the structure of the code. It is described as a process of rewriting the source code in small ways in order to remove the redundancies in the source code. So, നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സെയിം കോഡിന്റെ സെയിം സ്ട്രക്ചർ യൂസ് ചെയ്ത് we rewrite it. Okay, rewrite it in the small ways. So the objective of mutation testing is to identify the pieces of code that are not tested properly, to identify the hidden defects that cannot be detected using the other testing method, to discover new kind of error, to calculate the mutation score, to study error propagation and state infection, to assess the quality of the test cases. Okay, types of mutation testing value mutation, then decision mutation, statement mutation, and advantages and disadvantages. നമുക്ക് എന്താ മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് മതി, പിന്നെ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് അതിനകത്തുണ്ട്. അത് പഠിച്ചോളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തൊക്കെയാ? there is a cycle to testing, requirement analysis. നമ്മുടെ ഓൾറെഡി നമ്മൾ പഠിച്ച സൈക്കിൾ ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ ഓരോ സൈക്കിളാ പറയുന്നത്. റിക്വയർമെന്റ് അനാലിസിസിൽ വേണം, ടെസ്റ്റിംഗ് ഡിസൈനിൽ വേണം, ടെസ്റ്റ് പ്ലാനിങ് വേണം, ടെസ്റ്റ് ഡെവലപ്മെന്റ്, ടെസ്റ്റ് സ്ട്രാറ്റജീസ്, ടെസ്റ്റ് പ്ലാൻ, then ടെസ്റ്റ് ഡെവലപ്മെന്റ്, then ടെസ്റ്റ് എക്സിക്യൂഷൻ, റിപ്പോർട്ടിംഗ്, റീടെസ്റ്റിംഗ് the defects, then ഇതൊക്കെ വേണം. Okay, testing activities ഇതൊക്കെയാ. Once testing is completed, they need to make final reports on their test efforts and whether or not the software tested is ready for release. അതാണ് ടെസ്റ്റ് റിപ്പോർട്ടിൽ വരുന്നത്. റീടെസ്റ്റ് ദ ഡിഫക്ട്സ്, ഓൾറെഡി നോട്ടീസബിൾ ഡിഫക്ട്സിനെ റീടെസ്റ്റ് ചെയ്യുക. ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് ഏതൊക്കെയാ? യൂണിറ്റ്, ഇന്റഗ്രേഷൻ, സിസ്റ്റം ടെസ്റ്റിംഗ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗർ ടാസ്കിനെ യൂണിറ്റ് ബൈ യൂണിറ്റ് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെ 1 by 1 മോഡ്യൂൾ ബൈ മോഡ്യൂൾ ആക്കുന്നു. ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് വൺസ് അവിടുത്തെ യൂണിറ്റ് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ആക്കി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, യൂണിറ്റ് ടെസ്റ്റിംഗ് ഈസ് ആക്ച്വലി എ പ്രൊസീജിയർ ടു വെരിഫൈ ദാറ്റ് എ പർട്ടിക്കുലർ സെഗ്മെന്റ് ഓഫ് ദ സോഴ്സ് കോഡ് ഈസ് വർക്കിംഗ് പ്രോപ്പർലി. ഒരു സോഴ്സ് കോഡിന്റെ പർട്ടിക്കുലർ സെഗ്മെന്റ് യൂണിറ്റ് ബൈ യൂണിറ്റ് പ്രോപ്പർലി വർക്ക് ആവുന്നോ നോക്കുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ടു റൈറ്റ് ടെസ്റ്റ് കേസസ് ഫോർ ഓൾ ദ ഫംഗ്ഷൻസ് ഓർ മെത്തേഡ്സ്. അപ്പൊ ആ ഒരു യൂണിറ്റിലെ ഓൾ ഫംഗ്ഷൻസ് ആൻഡ് മെത്തേഡ്സ് ഞാൻ ടെസ്റ്റ് കേസസ് എഴുതും. ഇറ്റ് ഈസ് സെപ്പറേറ്റ് ഫ്രം അതേഴ്സ്. It is done by developers and not the end users. So what is the goal of unit testing? It is to isolate each part of the program, divide one, and show that the individual parts are correct. One by one, adinde the part correct aanannulladu, functionality correct aanu test cheyyuka. It provides a strict written contract that the piece of code must specify. It will not catch every error. By definition, it only tests the functionality of the unit themselves. Therefore, it will not catch integration errors, performance problems, or many other system-wide issues. It can only show the presence of errors. It cannot show the absence of errors. Okay. Integration testing is the opposite.
It is in which the individual software modules are combined and tested as a group. It follows unit testing. Okay, unit testing and precedes system testing, before system testing. Very important. It takes as its input modules that have been checked out by unit testing. Unit testing by test the modules units are input. It is grouped them larger aggregates, applies testing, defined in an integration test plan to those aggregates, and delivers as its output. Okay. And the integrated system ready for the system testing. So integration testing to verify functional performance and reliability requirements placed on the major design items. Okay. In system testing, it is actually everything is over, is on a complete integrated system to evaluate system compliance with the specified requirements. So final system testing. As a rule, system testing takes as its input all of the integrated software components and in the input. It has been successfully passed the integration testing, and also the software system itself integrated with any applicable hardware system. Okay. The entire system can be tested as a whole against the SRS. SRS vechittu ellam work cheyyunnundu nokkum. There are rules that describe the functionality and the customer have agreed upon. Idellam set aanennullathu nokkum. It is more of an investigatory testing phase. System testing nu parayunna endana or investigation aanu serikkum parnu. So next one is acceptance testing. Okay. So system testing is intended to test up to and beyond bounds defined in the SRS. Okay. Acceptance tests are conducted in case the software developed was a custom software and not product based. It is conducted by the customer to check whether the software meets all the requirements or not. Okay. Appam nammade customer inde requirements ellam thanne satisfy cheyyunundo ennu test cheyyunnathaanu acceptance test. Okay. Last one. Okay. Next, debugging. Okay, debugging it is actually the consequence of a successful testing. It refers to the process of identifying the cause for defective behavior of a system and addressing that problem. Debugging it identifies the cause of the defective behavior of the system. That other address fix debugging it is identifying the why it happened, the root cause of the problem, and it addresses it. Okay. The cause will be found and necessary actions such as correction or removal will be taken. The cause will not be found. But debugging necessary actions, the cause and okay. പിന്നെ ബഗ് എന്താണ്, ബഗിന്റെ ക്യാരക്ടേഴ്സ്, ലൈഫ് സൈക്കിൾ ഓഫ് എ ഡീബഗിങ്. ഡീബഗിങ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിഫക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓർ കൺഫർമേഷൻ. ഓക്കെ, ഐഡന്റിഫൈ ചെയ്തു, അനലൈസ് ചെയ്തു, ദെൻ റിസോൾവ് ചെയ്യണം. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെന്റ് ഡീബഗിങ് അപ്രോച്ച്? So what is debugging? It identify the cause of the error, where it is. Okay, and it leads for the corrective measures that to be done. So steps എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യണം, അനലൈസ് ചെയ്യണം, then resolve ചെയ്യണം. Okay, so the defect can then be resolved by making an appropriate change to the system which fixes the root cause. Okay, അപ്പൊ ഏതൊക്കെ അപ്രോച്ച് ആണെന്ന് ചോദിച്ചാൽ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്, debugging approaches, brute force approach, backtracking, cause elimination. Okay, brute force എന്ന് പറഞ്ഞാൽ brute force പറഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് അതായത് repeatedly doing the same thing. Okay, until and unless you get the fault. Okay, ഇതെന്ന് വെച്ചാൽ എന്താ, debugging method it is probably the using a let the computer find the error technique. Memory dumps are taken, runtime traces are invoked, and the problem is loaded with the right statement. So
it repeatedly checks whether or it lets the computer to identify the error. Okay. Backtracking nu parnal, it is a common debugging method that is done in smaller program. Okay. അപ്പൊ ഇതെങ്ങനെയാന്ന് ചോദിച്ചാല് അതായത് നമ്മളിങ്ങനെ ഫോർവേഡ് പോയിട്ട് നമ്മള് എവിടെയാണോ മിസ്റ്റേക്ക് വന്നത് അവിടെ ചെന്ന് തിരിച്ചു ചെല്ലും, എന്നിട്ട് അവിടുത്തെ കറക്റ്റ് ചെയ്യും, എന്നിട്ട് മുന്നോട്ട് പോകും. പോയി എന്നാ പറയുന്നത്, ഇറ്റ് ഈസ് ട്രേസ്ഡ് ബാക്ക് ടിൽ ദ എറർ ഈസ് ഫൗണ്ട്. ഓക്കെ. അപ്പോ നമ്മളിപ്പോ ഒരു പ്രോഗ്രാം ചെയ്തു വരുമ്പോഴത്തേക്കിന് ചിലപ്പോ അതായത് നമ്മൾ എഴുതിയ 10th സ്റ്റേറ്റ്മെന്റ് അല്ലെ ഒരു 20th സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആ എറർ വരണം എന്നുണ്ടെങ്കിൽ അത് 19th സ്റ്റേറ്റ്മെന്റിലെ പ്രശ്നം ആയിരിക്കണമെന്നില്ല. ഇറ്റ് വിൽ ട്രേസ് ബാക്ക് ട്രാക്ക് പോയി ചെയ്ത് അതിപ്പോ ഒരു 9th സ്റ്റേറ്റ്മെന്റ് കാരണമാണ് ഈ 20th സ്റ്റേറ്റ്മെന്റിന്റെ പ്രശ്നമെങ്കിൽ അവിടെ പോയി അത് കണ്ടുപിടിച്ച് അവിടെ നിന്ന് റിക്കവർ ചെയ്ത് തിരിച്ച് പതുക്കെ വരും. അങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്ത് നമ്മൾ പോകുന്നതാണ്. അതാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇൻ കോസ് എലിമിനേഷൻ ലിസ്റ്റ് ഓഫ് പോസിബിൾ കോസസ് ഓഫ് എൻ എറർ ആർ ഐഡന്റിഫൈഡ്. വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, എററിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതൊരു ലിസ്റ്റ് എടുക്കുന്നു. ആൻഡ് ടെസ്റ്റ് ആർ കണ്ടക്ടഡ് അണ്ടിൽ ഈച്ച് വൺ ഈസ് എലിമിനേറ്റഡ്. ഓരോന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. സോ ഡീബഗിംഗ്, identification of defects, defect analysis, then defect resolution. So as part of this defect resolution, what are the debugging approaches that we are using? Brute force technique, backtracking, and force elimination. Okay. ഇനി ടെസ്റ്റിംഗ് ടൂൾസ് ഇത്രയാണ് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇത്രയാണ്. ഓക്കെ. ഇത് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഓടിച്ചു വിട്ടാൽ മതി, എല്ലാം ഓർത്തിരിക്കണം എന്നൊന്നുമില്ല. Data acquisition tool that acquire data to be used during testing. Static measurement, dynamic measurement falls during the execution of the program. Static without executing the test cases. Simulate functions or hardware or other system. Test management, then cross-functional tools. Okay, these are the different testing tools. Okay. അത്രയൊക്കെ ഉള്ളൂ ആ ചാപ്റ്ററിനകത്ത്, ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ. ഭയങ്കര ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, ഇച്ചിരി ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിന്റെ executing a program to detect errors, validation and verification, correctness, performance, robustness, testing checks, understand the key testing, learning black box and white box, explore the testing tools and the framework. That's the last number of testing tools. Okay, fail or deviate from the specification. Source of fault bug, error expected and actual result. Test case input plus output, expected output plus execution environment. Okay. Testing loss. Okay, 80% of bugs lies in 20% of the code. Testing shows presence, not absence of errors. Developers shouldn't test their own code. Partition greater than random testing. Okay. Derived from requirements of program, user input, constant files, pre-computer used in black box and white box. Black box testing, functional specification, no access to internal code, boundary value analysis, equivalence partitioning. White box testing, test cases from code or design, statement, branch, path, condition coverage, need full code access. Okay. Another boundary value analysis already parnayirunnu. Black box testing aanu. Bilateral, isosceles, scaleless, adinte test set values aanu kaanichirikkunnu. Okay, test cases. Then equivalence partitioning, two classes divide based upon the input condition. One class, two invalid, one valid, two invalid, one valid, one invalid. Angane partition cheyidhu. Test only one value per class.
reduces the total test cases needed. Cyclomatic complexity എന്ന് പറയുന്നത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ്. വൈറ്റ് ബോക്സ് ആയിരുന്നോ? ഇൻഡിപെൻഡന്റ് പാത്ത് ടു ദ ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇതെല്ലാം ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്, പക്ഷെ അതാത് ടെസ്റ്റിങ്ങിന് അണ്ടറിൽ വരുന്നതാണ്. മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ്, ക്രിയേറ്റ് മ്യൂട്ടൻസ്, യൂസ് ടെസ്റ്റ് ടു കിൽ ദ മ്യൂട്ടൻസ്. എന്നിട്ട് ഈ കോപ്പി വേണേ നമുക്ക് കളയാം. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദ ടെസ്റ്റ് ക്വാളിറ്റി. ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, റിക്വയർമെന്റ് അനാലിസിസ്, ടെസ്റ്റ് പ്ലാനിങ്, എക്സിക്യൂഷൻ. അതിനകത്ത് ടെസ്റ്റിംഗ് യൂണിറ്റ് ഇന്റഗ്രേഷൻ, സിസ്റ്റം ടെസ്റ്റിംഗ് ആണ്. സിസ്റ്റം ടെസ്റ്റിംഗ് ആണ് ഫൈനൽ ടെസ്റ്റിംഗ്. It ends with the retesting and reporting. And debugging, identify, analyze and fix the defects. Debugging defect fix ചെയ്യും കേട്ടോ. ഞാൻ നേരത്തെ ഫിക്സ് ചെയ്ത് കോസ് കണ്ടുപിടിക്കും, അനലൈസ് ചെയ്യും, റിസോൾവ് ചെയ്യും. പിന്നെ ഏതൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് ബ്രൂട്ട് ഫോഴ്സ്, ബാക്ക് ട്രാക്കിംഗ് ആൻഡ് കോസ് എലിമിനേഷൻ. ടെക്നിക് ടൂൾസ്, ടെസ്റ്റിംഗ് ടൂൾസ് ഇതൊക്കെയാണ്. ടൂൾ ടൈപ്സ്, സ്റ്റാറ്റിക്, ഡൈനാമിക്, സിമുലേഷൻ, ടെസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, സമ്മറി. At the 8th chapter, software change management. Okay. ഓക്കെ, 8th ചാപ്റ്ററിൽ സോഫ്റ്റ്വെയർ ചേഞ്ച് മാനേജ്മെന്റ്. അപ്പോ നോക്കട്ടെ, എല്ലാം റെഡിയാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ ചേഞ്ച് മാനേജ്മെന്റ്. സോഫ്റ്റ്വെയർ ചേഞ്ച് മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചാപ്റ്ററിൽ തന്നെ നമ്മുടെ ടേബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സോഫ്റ്റ്വെയർ ചേഞ്ച്, ഒരു സോഫ്റ്റ്വെയറിന് നമ്മൾ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം, അല്ലെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്താം, എങ്ങനെ മോഡിഫിക്കേഷൻസ് വരുത്തുന്നതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ശരിക്കും ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന 8.2 എന്ന് പറയുന്നത് ബേസ് ലൈൻസ് ആണ്. ബേസ് ലൈൻസ് എന്ന് പറഞ്ഞാല് അതായത് ബേസ് ലൈൻ എന്ന് പറഞ്ഞാല് നമുക്കൊരു സംഭവം ചേഞ്ച് ചെയ്യണം. ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം, അല്ലെ നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്തണം. പക്ഷെ ബേസ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ കയറിയിട്ട് ഇതിന് നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റത്തില്ല. സോ അത് അതായത് ഒരു സോഫ്റ്റ്വെയർ വേണ്ടുന്ന മോഡിഫിക്കേഷൻസ് അതിന് നമുക്ക് അതായത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് ഒരു ടീമിന്റെ അടുത്തുനിന്ന് നമുക്കൊരു അപ്രൂവൽ കിട്ടി, ഇറ്റ് ഈസ് റെഡി ടു ബി ചേഞ്ച്ഡ് ഇൻ ദ ഫോർമാറ്റ് എന്ന് പറയുന്നതാണ് ശരിക്കും ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി വേർഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ പറയുന്ന ബേസ് ലൈൻ അപ്രൂവൽ ആയി. ഈ ബേസ് ലൈൻ എന്ന് പറയുന്ന സംഭവം ശരിക്കും വീണ്ടും നമുക്ക് ബേസ് ലൈൻ 1, ബേസ് ലൈൻ 2ന്റെ ഇൻപുട്ട് ആണ്. സോ ആ ബേസ് ലൈൻ 2 എന്ന് പറയുന്നത് നമ്മൾ ഇനിയും അതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ഈ ബേസ് ലൈൻസിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് ശരിക്കും വേർഷൻസ് എന്ന് പറയുന്നത്. വേർഷൻ 1.1, 1.1.1 അങ്ങനെ വേർഷൻസ് വരും. ഓക്കെ, പിന്നെ ചേഞ്ച് കൺട്രോൾ, ഹൗ ക്യാൻ ചുമ്മാ കയറി ചേഞ്ച് ചെയ്യുന്നത് ഇറ്റ് വിൽ അഫക്ട് ദ ക്വാളിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ ദാറ്റ് വി ആർ ഇംപ്ലിമെന്റിങ്. സോ ഇതിനൊക്കെ ഒരു എന്നാ പറയുന്ന ഒരു പ്രോട്ടോകോൾ വേണം, ഒരു റൂൾ വേണം ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയൊക്കെ. ഓക്കെ, ഓഡിറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 8th ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. So software change management, it is actually an umbrella activity that aims at maintaining the integrity of the software product and items. Okay, so the purpose of this software change management is to keep the integrity of the software. നമ്മളെ തോപ്പം മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ it will affect the integrity, it will affect the quality of the software.
Okay. Software change management is a challenging task faced by the modern project managers, especially in environment where software development is spread across a wide number of the aim of change management is to facilitate. So why do we need change management? It is actually to facilitate justifiable changes in the software product. But justifiable changes. So to learn all these things, we need to define baselines, know the concept of version control and change control, audit and report software change management activity. ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്റർ തീരും. So what is a baseline? Baseline already ഞാൻ ഒരു ഐഡിയ തന്നു, അത്രേ ഉള്ളൂ. It is actually a term frequently used in the context of baseline is actually related to software change management. എട്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ് baseline. It is related to software change management. Okay. It is also called a software configuration item. We need to configure our software. So for that, baseline is act as a software configuration item. That means which aids to change our software. It is any part of the development. It can be a software, it can be a hardware, firmware, inventories, drawings, plans, or documents. Anything can be termed as a baseline, which gives a prompt for what? Gives a prompt for configuring the software. Okay. So these items are independently tested, stored, reviewed, and changed. So it can be any of these. Okay. Baseline. So baseline can be the important Anna. It is an approved software configuration. Approved software configuration item that has been reviewed and finalized. അപ്പൊ റിവ്യൂ പ്രോസസ് കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്ത് സോഫ്റ്റ്വെയറിന്റെ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെ സോഫ്റ്റ്വെയറിൽ ചേഞ്ച് വരുത്താം എന്ന് പറയുന്ന ആ ഒരു സ്പെസിഫിക് ടേം ആണ്, ആ ഒരു സംഭവമാണ് എന്ത് ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ ഐറ്റം ദാറ്റ് ക്യാൻ ബി എ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ഓർ എനിത്തിങ്. Okay. An example of a baseline is an approved design document. ഒരു അപ്രൂവൽ കിട്ടിയ ഒരു ഡിസൈൻ ഡോക്യുമെന്റ് എന്താണ്? ഒരു ബേസ് ലൈൻ ആണ്. Why? Because that acts as an aid for changing that software. The process of review and approval forms part of the formal technical review. Okay. The baseline serves as a reference for any change. Okay. It can be a reference. It can be a base reference. Once the changes to a reference baseline is reviewed and approved, it acts as a baseline for the next change. Okay, അപ്പൊ നമുക്കിത് റിവ്യൂ ആൻഡ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ആക്ട് ആസ് ആൻ ഇൻപുട്ട് ഫോർ ദ നെക്സ്റ്റ് ചേഞ്ച്. അടുത്ത വേർഷൻ അല്ലെ അടുത്ത ഇതിന് ഉള്ള ഒരു ട്രിഗർ ആയിരിക്കും അത്. It is a set of configuration items, hardware, software, and software components that have been formally reviewed and finalized, agreed upon. Thereafter serve as a basis for the further development, and that can be changed only through formal control procedures. So all these things can be done only through the formal procedures, formal change control procedures. ഈ ഒരു പടം ഓർത്തിരിക്കുക. ഡിസൈൻ സ്പെസിഫിക്കേഷൻ, ഡിസൈൻ ഡോക്യുമെന്റ്, ഇറ്റ് ഈസ് ഓൾറെഡി റിവ്യൂഡ്, ഫൈനലൈസ്, ദാറ്റ് ഈസ് ആക്ച്വലി ദ ബേസ് ലൈൻ. So the approved thing is actually a baseline. Okay. And the baseline one is an input to the baseline to approved changes. Approved changes. It goes through a certain procedures, set of structures. So it is approved. It is going to be an input for changing that software. So baseline 2. Then approved changes. That will become the baseline 3, like that. So a baseline is functionally complete. It has a defined functionality. It has defined quality, which has undergone a formal round of testing and reviews before being termed as a baseline. Okay. Next, the process of change management. It defines how to control and manage the changes. Okay. So the ultimate bottom line is maintain the repetition, integrity of the software product while incorporating changes. Changes we need to maintain the integrity of the software. So software change management process and the configuration identification. Okay. Source code, document, test plan, etc. Identifying each component name, giving them a version name, and a configuration identification. Configuration control, controlling the changes to a product.
Next, review the process to ensure what? Consistency. After reviewing, you need to do the status according, recording and reporting the changes, auditing and reporting, validating the product and maintaining the consistency of the product throughout the software life cycle. Okay. So, ഇത്രയും കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ ചേഞ്ച് മാനേജ്മെന്റ് പ്രോസസ്സിൽ നടക്കുന്നത്. So, software change management process has configuration identification and configuration control, review, status accounting, auditing and reporting. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇനി ഒരു ഇതെന്ന് പറഞ്ഞാല് നമ്മളിതൊരു സെൻട്രൽ റിപ്പോസിറ്ററി വെച്ചിരിക്കുകയാണ്. ഇഷ്ടമുള്ള പോലെ അതെടുത്ത് അങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ല. സോ വൺസ് എ പേഴ്സൺ നീഡ്സ് ടു make a change or to create a baseline, what they are going to do is they get it from that central repository and lock it. അതിന്റെ ഒരു കോപ്പി എടുക്കും. എന്നിട്ട് അത് അയാളുടെ സിസ്റ്റത്തിൽ കൊണ്ടുവച്ചത് വർക്ക് ചെയ്യും. പക്ഷെ അത് ലോക്ക് ചെയ്യും. കാര്യം അത് ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം പാരലലി എന്ത് ചെയ്യും, വേറൊരാള് ആ സെയിം ഇതിനകത്ത് പണിയും. അപ്പോ ആകെ എന്ത് വരും, ഇന്റഗ്രിറ്റിനെ അഫക്ട് ചെയ്ത്, അതായത് ആകെ ഇതിനകത്ത് കുറെ പ്രശ്നങ്ങൾ വരും. സോ അതാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. പ്രൊജക്ട് ഡേറ്റാബേസിൽ ബി ഉണ്ട്. സോ ബേസ് ലൈൻ, സോ പ്രൈവറ്റ് വർക്ക് ഏരിയ ഓഫ് ദി ഡെവലപ്പർ ടേക്കൻ അതാണ് ബി ഡാഷ്. എന്നിട്ട് അത് ലോക്ക് ചെയ്ത് വെക്കും. അതായത് പ്രൊജക്ട് ഡേറ്റാബേസിൽ ഇരിക്കുന്ന സംഭവം എന്ത് ചെയ്യും, ലോക്ക് ചെയ്ത് വെക്കാം. ഇയാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാധനം കൊണ്ട് തിരിച്ചു കൊണ്ടുവെക്കും. കോൺഫിഗറേഷൻ സ്റ്റാറ്റസ് അക്കൗണ്ടിങ് ഫയലിൽ അത് എഡിറ്റ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. Baseline forms the reference for any change. Whenever a change is identified, the baseline which is available in the project database copied by the change agent or the software developer to his private area. Once a modification done, the baseline is blocked for any further modifications which may lead to inconsistency. The records of all changes are tracked and recorded in a status accounting file. After the changes are completed and the changes go through a change control procedure, it becomes approved item for updating the original baseline in the approval കിട്ടി കഴിയുമ്പോൾ അത് എന്താണ് അടുത്ത വേർഷൻ ആവും. So all the changes during the process of modification are recorded in the configuration status accounting file. It records all the changes made to the previous baseline B to reach the new baseline B dash. The status accounting file is used for configuration authentication, which assures that the new baseline B dash has all the required planned and approved changes incorporated. This is also known as auditing. Appa ഈ ടേംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതണം. സ്റ്റേറ്റസ് അക്കൗണ്ടിങ് ഫയൽ ഇതൊക്കെ ടേമിൽ വരേണ്ടുന്നതാണ്. ആ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ടുവരണം. ഓക്കെ, ദിസ് ഈസ് ഓൾസോ നോൺ ആസ് auditing. So all the planned changes are approved and it is incorporated. This is also known as auditing. It is updated in the accounting file, status accounting file. Baseline serves as a reference for any change. Okay, what is the aim of software change management? To keep the integrity of the software. Okay, next, version control. Upon version control is the management of multiple revisions of the same unit of item during the software development process. SRS is produced after taking into account the user requirement, which change with time into account. Once SRS is finalized, documented and approved, it is given to the document number with a unique identification number. The name of the item may follow a hierarchical pattern: project identifier, configuration item, change number or version number. So നമ്മൾ modifications എല്ലാം approve ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ we can create a new version based upon the SRS. നമുക്ക് പുതിയ അതിനകത്ത് അതിനെ നെയിം ചെയ്യേണ്ടുന്നത് ഇതായിരിക്കും. ഐഡന്റിഫിക്കേഷൻ നമ്പർ കാണും, കോൺഫിഗറേഷൻ ഐറ്റം, then change number or version number. The identification of the configuration item must be able to provide the relationship between the items whenever such a relationship exists. So ഇത് കണ്ടോ, version 1.0, 1.1, 1.2, 1.3, 2.0 കണ്ടോ. It uniquely identifies the configuration item throughout the development life cycle such that all such changes are traceable to the previous configuration. So this is actually an evolutionary graph. From where did I get 1.3.2
Okay, it is an evolutionary graph. We know the history of these versions. What are the changes that happened there. So the aim of these control is to facilitate the return to any previous state of configuration item in case of any unresolved issue. Also, idum cheyam, two parallel versions of the same product can also be done. One for fixing the error, and other one is to develop the new functionality. Error correction vendi oranam, മറ്റേത് ന്യൂ ഫംഗ്ഷനാലിറ്റി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി കൂടെ അങ്ങനെ വേണേലും ചെയ്യാം. ഓക്കെ, ഇറ്റ് മെയിൻറ്റെയിൻസ് മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ വേർഷൻ ഓഫ് ദ സെയിം സോഫ്റ്റ്വെയർ ആൻഡ് നെയിം ദം യൂണിക്ലി ബൈ എ നമ്പർ, ബട്ട് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ വിൽ ബി ഗിവൺ. So updating central project database. So usually central project database നമ്മൾ എന്ത് ചെയ്തില്ല, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇതിനെ അഫക്ട് ചെയ്യാൻ ഓവർ റൈറ്റിംഗ് വരും. സോ അതുകൊണ്ടാണ് നമ്മൾ ലോക്കിംഗ് എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. എടുക്കുന്നതിന് മുന്നേ പ്രൈവറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ അത് ലോക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. The process of copying the configuration object, the baseline, is called checkout. പ്രൊജക്ട് ഡേറ്റാബേസിൽ നിന്ന് ഇറക്കുന്ന ആ പ്രോസസ്സിനാണ് ചെക്ക്ഔട്ട് എന്ന് പറയുന്നത്. ഡെവലപ്പർ അത് അവന്റെ സിസ്റ്റത്തിൽ കൊണ്ടുവച്ച് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവെക്കുന്ന പ്രോസസ്സാണ്, പ്രൊജക്ട് ഡേറ്റാബേസിലേക്ക് കൊണ്ടുവയ്ക്കുന്ന പ്രോസസ്സാണ് ചെക്ക് ഇൻ എന്ന് പറയുന്നത്. Once it is checked out from the project database for modification, the file is logged for further modification by any other developer. Other developers can check out the file for read-only purpose. അപ്പൊ ആ ടൈമിൽ ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതേഴ്സിന് ആ സമയത്ത് എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് റീഡ് ഓൺലി മോഡിലായിരിക്കും അത് കിടക്കുന്നത്, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡിലായിരിക്കത്തില്ല, കാര്യം അത് ലോക്ക്ഡ് ആയിരിക്കും. Okay, next to change control. The challenge of change manager and project leader is to accept. Okay, but it is to accept and accommodate all the justified changes without affecting the integrity of the product. Repetition ആണ്. The central to change management process is change control, which leads with the formal process of change control. Okay. Uncontrolled and uncoordinated changes may lead to havoc, grossly diverting from the basic features and requirement of the system. അതും നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ചേഞ്ച് കൺട്രോൾ കൊണ്ടുവരുന്നത്. വാട്ട് ഈസ് ചേഞ്ച് കൺട്രോൾ? ഇറ്റ് ഈസ് ആക്ച്വലി എ മാനേജ്മെന്റ് പ്രോസസ് ആൻഡ് ഈസ് ടു സം എക്സ്റ്റെന്റ് ഓട്ടോമേറ്റഡ് ടു പ്രൊവൈഡ് എ സിസ്റ്റമാറ്റിക് മെക്കാനിസം ഫോർ ചേഞ്ച് കൺട്രോൾ. നമുക്കൊരു സിസ്റ്റമാറ്റിക് മെക്കാനിസം വേണം ഫോർ കൺട്രോളിംഗ് ദ ചേഞ്ചസ്. എ ചേഞ്ച് റിക്വസ്റ്റ് അത് എങ്ങനെയാണ്? ഒരു സിസ്റ്റമാറ്റിക് ആണ്. എ ചേഞ്ച് റിക്വസ്റ്റ് വരണം. Start as a beginning of any change control process. Or request varanam. It is evaluated for the merits and demerits. So evaluation team and the evaluate team, ഈ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അതോ അതല്ല എന്നുണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യും. They identify the potential side effects. They evaluate it. The overall impact on the system is assessed by the technical group consisting of developer and project manager. A change control report is generated by the technical team. Okay. Extent of changes and potential side effects. A designated team called the change control authority makes a final decision based on the change control report whether to accept or reject the change request. So change control ennu parnu kanyal, it is actually a system. What is change control? It is a systematic process for what? To keep the integrity of the software. Okay. For that following process should be done. A request should be given. That request will be evaluated by the technical team. They identify the pros and cons. They create a list of all these things. They report this thing, whether if they do these changes, what will be the impact. All these things will be created as a report. Then they will come to a final decision. And based upon this report, they will decide whether to accept or reject the change request. This is the systematic order. A change order called engineering change order is generated after the approval of the change request by the change control authority. So change control authority or engineering change order generate ചെയ്യും. It acts as a starting point of effecting a change in the component. So once the change order is received by the developers, a required configuration changes can be made. The baseline version of the configuration items are copied from the project database as discussed earlier. ബാക്കിയുള്ള പ്രൊസീജിയർ അതുപോലെ നടക്കും.
The changes are then incorporated in the copied version. The changes are subject to review by a designated team. Once the changes are approved, a new version is generated for distribution. അപ്പോൾ നോൺ ബേസ് ലൈൻ ഐറ്റംസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെവലപ്പർ ഫ്രീ ടു മേക്ക് എനി ചേഞ്ചസ്. അവിടെ ഈ എഞ്ചിനീയറിംഗ് ഓർഡർ ഒന്നും വരണ്ട. നോൺ ബേസ് ലൈൻ ഐറ്റത്തിൽ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ മാതിരിയൊക്കെ നമുക്ക് അപ്ഡേഷൻസ് വരുത്താം. ദാറ്റ് വിൽ നോട്ട് give a great impact on the overall system. It does not have any impact on that overall system. So the role of change control authority is vital. All the changes to the baseline item must follow a formal change control process. Okay. അപ്പോൾ ചേഞ്ച് റിക്വസ്റ്റ് ഫോർമാറ്റ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഹെഡിങ് അനുസരിച്ചിട്ട് ജസ്റ്റ് പഠിച്ചു. റിപ്പോർട്ട് ഫോർമാറ്റ് SRS ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. സോ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക, ഓർത്തിരിക്കാൻ പാടാണ്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ പഠിപ്പിച്ച സംഭവമൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആ സിസ്റ്റം ഒക്കെ ഓർത്തിരിക്കണം. ബെനിഫിറ്റ്സ്. സോ എക്സിസ്റ്റൻസ് ഓഫ് എ ഫോർമൽ പ്രോസസ് ഓഫ് ചേഞ്ച് മാനേജ്മെന്റ് helps the developer to identify the responsibility of code for which a developer is responsible. The existence of such mechanism provides a roadmap to the development process and encourages the developers to be more involved in their work. Version control mechanism help the software tester to track the previous version of the product. Okay, it helps the developer and tester to simultaneously work on multiple versions of the same project, still avoid the conflict. Okay. To keep control on the product, thereby tracking and monitoring every change. It helps to track and monitor every change. It provides a professional approach to control software changes. Okay, next auditing and report. Auditing and reporting, and the auditing and reporting help the change management process to ensure whether the changes have been properly implemented or not. Correct changes are implemented on the formal technical review എന്താണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞാണ്. ഒരു ടീം കാണും, ചെറിയൊരു റിപ്പോർട്ട് ഉണ്ടാക്കും, ഒരു ഫോർമൽ ടെക്നിക്കൽ റിവ്യൂ and software configuration audit help in ensuring that audit and the changes have been implemented properly during the change process. Okay, a formal whether the changes have been properly implemented or not. ഓഡിറ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും കറക്റ്റ് ആയിട്ടാണോ ചേഞ്ചസ് ഒക്കെ വരുത്തിയത്. ഫോർമൽ ടെക്നിക്കൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ ടെക്നിക്കൽ ടീം ഇത് ഇവാലുവേറ്റ് ചെയ്യും. ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ ദ ടെക്നിക്കൽ കറക്റ്റ്നെസ് ഓഫ് ദ ചേഞ്ചസ് ടു ദ കോൺഫിഗറേഷൻ ഐറ്റം, whereas software configuration audit complements it by checking the parameters which are not checked in the formal technical review. So formal technical review focuses on the technical correctness of the changes that is made. Software configuration audit എന്താ ചെയ്യുന്നത്? It checks the parameters which are not checked in a formal technical review. Okay, so ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക. As it is a formal process, it is desirable to conduct the audit by a separate team other than the team. അതായത് യൂഷ്വലി ആ ടീമിനകത്ത് ഇതിനകത്തുള്ളവരെ തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുറത്തു നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ കുറച്ചുകൂടെ സെപ്പറേറ്റ് ടീമായിട്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് എന്നാ പറയുന്നത് എന്തൊക്കെ ചേഞ്ചസ് വരുത്തി എന്നൊക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് തന്നെ എന്നാ പറയുന്നത് അത് എല്ലാം കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. So what is reporting? It is also called the status accounting. It records all the changes that lead to the new version. Status reporting is actually a bookkeeping of each release. ഓരോ റിലീസിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റാറ്റസ് റിപ്പോർട്ടിംഗ് അറിയാൻ പറ്റും. It helps in tracking the change in each version that leads to the new version. So very important. It includes the changes incorporated, person responsible for that change, date and time of change, effect of the change, and reason for such change. Okay. So every time the change is done, a unique identification number is given to identify the version with the previous version. Status reporting is vitally important. Why? A large number of developers work on the same product at the same time and have little idea about the work of other developers. So, low ചെയ്യുമ്പോൾ
ലോക്കിംഗ് ആണ്. അതാണ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ പാരലലി അല്ലെ റീപ്ലേസ് ചെയ്യണം അല്ലെ ഒഴിവായി കിട്ടും. സോ റീഡ് ഓൺലി മോഡിൽ അവർക്ക് റിസോഴ്സസ് യൂസ് ചെയ്യാം, ബട്ട് ഇറ്റ് കനോട്ട് ബി ഡൺ ഓൺ ദ same time, but they can keep the copy of this thing, give a unique identification number for it. They can work on it for the further application. അപ്പൊ അതൊക്കെയാണ് ആ ചാപ്റ്ററിനകത്തുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 9th ചാപ്റ്റർ വെബ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അതായത് വെബ് ആപ്ലിക്കേഷനെ പറ്റിയായിരുന്നു സംസാരിക്കുന്നത്. വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, വെബ് ആപ്ലിക്കേഷൻ വി നീഡ് ഇന്റർനെറ്റ് ഫോർ ദാറ്റ്. So how to develop a web, how to test it, how to deploy that application in the internet. Okay, and what are the usage of web applications. Okay, ഇതൊക്കെയാണ് വെബ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് പറയുന്നത്. അപ്പം see, web software could be, a web application could be meant for the internet. Okay, so ഇന്റർനെറ്റില് ആയിരിക്കും ഇത്. ഇന്റർനെറ്റ് വേണം. യൂസേഴ്സ് എന്ന് പറയുന്നത് പബ്ലിക് ആയിരിക്കും. ഓക്കെ, ജോഗ്രഫിക്കൽ റീജിയൻ ഈസ് നോട്ട്, അതായത് ഒരു പർട്ടിക്കുലർ റീജിയൻ ഇല്ല, ഇതിന് ഹോൾ വേൾഡ് ആയിരിക്കും. It is meant for a closed group such as corporation in which it could be. So if it is a closed group, it will be intranet. Okay, ഒരു പർട്ടിക്കുലർ ഒരു കോർപ്പറേഷൻ മാത്രം യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് ഇൻട്രാനെറ്റ്. It should be extended, but still it is a closed group. അതാണ് എന്ത് extranet എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ വെബ് സോഫ്റ്റ്വെയർ, so that software can be used, can be accessible only within a particular range, only within that particular organization. അതാണ് intranet. Okay, the users could be separated by large distance and the application needs to behave correctly for all of them. എല്ലാവർക്കും ഉപയോഗിക്കും. So what is actually the objective of this chapter is to identify the characteristics of a web-based software. നമുക്ക് അറിയുന്നത് തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം, ആർക്കിടെക്ചർ ഓഫ് an application, identify the challenges to manage the web application, then relevant measures to gauge the health of such a project, facilitate the quality control of a web-based project. So characteristics of a web application എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is actually using a layered structure, not monolithic. Okay, conventional applications such that it can be monolithic, but web applications are actually layered structure. Layered structure എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ക്ലയന്റ് സെർവർ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് client request for something, the server has to respond back. Okay, one could have a thick client application with a lot of intelligence employed at the client end. Okay, so that is common client, that is common to all users, so that anybody can access the application without having to do anything special. അതാണ് എന്താ ലേയർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. പക്ഷേ if it is specific to something, that is actually monolithic, that is conventional. Okay, so web application എന്ന് പറയുന്നത് വെബ് ആയിരിക്കും, ഇന്റർനെറ്റ് ആയിരിക്കും, should be accessible by many users without doing anything special. So you can see in a monolithic application, everything is coupled together, and in a layered application, we can change one layer without affecting the behavior of others. Okay, so many kinds of web applications, those with static text on the content that is changed frequently, interactive websites that act on user input. വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ടെസ്റ്റ് എപ്പോഴും സ്ഥിരമായിട്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അതേസമയം ഡൈനമിക്കലി എന്ന് പറയുമ്പോൾ ന്യൂസ് അനുസരിച്ചിട്ട് അല്ലെ എന്താ പറയുന്നത്, ചില സൈറ്റിലൊക്കെ ഇങ്ങനെ ഓരോ ദിവസം അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അപ്ഡേറ്റഡ് ന്യൂസ്. ഓക്കെ, ഇപ്പൊ ഒരു ഇതിനകത്ത് ഇങ്ങനെ പറയുവാണ് ന്യൂ സ്റ്റാഫ്സ് ആർ റിക്വയർഡ് ഫോർ ദിസ് ഇത് അല്ലെ, a new exam will be conducted through for അല്ലെങ്കിൽ ഇന്റർവ്യൂ. ഇതൊക്കെ അപ്ഡേറ്റഡ് തിങ് ആണ്, ഡൈനമിക് ആണ്, നോട്ട് സ്റ്റാറ്റിക്. അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ കണ്ടന്റ് ദാറ്റ് ഈസ് ചേഞ്ച്ഡ് ഫ്രീക്വന്റ്ലി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇന്ററാക്റ്റീവ് വെബ്സൈറ്റ്സ് ദാറ്റ് ആക്ട് ഓൺ യൂസർ ഇൻപുട്ട്. യൂസറിന്റെ ഇൻപുട്ടിനനുസരിച്ച് ദേ ആർ ഗിവിംഗ് us some recommendations. ഓക്കെ, അതാണ് ഇന്ററാക്റ്റീവ് വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. പോർട്ടൽസ് ദാറ്റ് ആർ മെയർലി ഗേറ്റ്വേ ടു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റിനകത്തൂടെ കയറി നമുക്ക് വേറെ സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ.
Commercial sites that allow transactions help ചെയ്യുന്ന commercial sites. Okay, those that allow searches. Okay, അപ്പൊ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇപ്പൊ വെബ് ആപ്ലിക്കേഷൻ ഒരു ഇൻട്രോ തന്നത്. വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് യൂസസ് എ ലെയർഡ് അപ്രോച്ച്. ഇതിനകത്ത് കണ്ടന്റ്സ് ഒക്കെ പറഞ്ഞു. കൈൻഡ്സ് ഓഫ് വെബ് ആപ്ലിക്കേഷൻസ് സ്റ്റാറ്റിക് ആകാം, ഡൈനാമിക് ആകാം, ഇന്ററാക്റ്റീവ് ആയിരിക്കാം, പോർട്ടൽസ് ദാറ്റ് ഹെൽപ് ടു ഗോ ടു ഡിഫറെന്റ് സൈറ്റ്സ്, ട്രാൻസാക്ഷന് ഹെൽപ്പ് ചെയ്യാം, സെർച്ചിന് ഹെൽപ്പ് ചെയ്യാം, ഇതൊക്കെയാണ്. സോ ഡെവലപ്മെന്റ്, ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ഓൺവേർഡ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ കൊണ്ട് അവസാനിപ്പിക്കാം.